ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങളും വിഷു കണി കാണുന്നതും വിഷുവിൻ്റെ പരിപാടികളും മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ കുറച്ച് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് മോളതിനിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നേ. ഭഗവാനുള്ളത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് മോൾക്ക്. പിന്നെ ഇതേ ഫ്രൂട്ട്സൊക്കെ ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം എടുത്തു വെച്ചു. പിന്നെ ഭഗവാനെയൊക്കെ കുളിപ്പിച്ച് സുന്ദരനാക്കി വിളക്കൊക്കെ കഴുകി തുടച്ച് എല്ലാം വൃത്തിയാക്കി എല്ലാ ഒരുക്കങ്ങളും എന്നെക്കൊണ്ടാവുന്ന പോലെയുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചു കേട്ടോ. പിന്നെ ഞാൻ മക്കളെയൊക്കെ ഉറക്കി കിടത്തിയതിന് ശേഷം ഞാൻ കണി വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അറിയുന്ന പോലെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ കണി ഒരുക്കാൻ തീരുമാനിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ 23 വയസ്സ് വരെ, അതായത് ജനിച്ച മുതൽ 23 വയസ്സ് വരെ ഞാൻ വിഷു, ഓണം എന്നുള്ളതൊന്നും ആഘോഷിച്ചിട്ടില്ല. ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും അത് ആഘോഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ ഈ കണിക്കൊന്ന, ഇതിനൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഗുരുവായൂരപ്പൻ എനിക്ക് തന്നൊരു സമ്മാനമാണ്. പിന്നെ ഞാൻ കുറച്ചായിട്ട് ഇതേ കണിയൊക്കെ ഒരുക്കി വെച്ചു. എനിക്ക് തൃപ്തിയാവുന്ന പോലെ ഞാൻ കണിയൊക്കെ ഒരുക്കി. 23 വയസ്സിലാണ് എൻ്റെ കല്യാണം. അതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഓണം, വിഷു എന്നുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ച് തുടങ്ങുന്നതും അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയതൊക്കെ അപ്പോഴാണ് കേട്ടോ. ഉറക്കം വന്നു തുടങ്ങി. പിറ്റേന്ന് കാലത്ത് നേരത്തെ എണീറ്റ് ഞാൻ വന്ന ഭഗവാനെയൊക്കെ കണ്ട് പോയി കുളിച്ചു. എന്നിട്ട് വന്ന് വിളക്കൊക്കെ വെച്ച് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ മോനെ ആദ്യം കൂട്ടിയിട്ട് വന്നു. അവനെ കണി കാണിച്ചു കൊടുത്തതിന് ശേഷം മോളെ കൂട്ടിയിട്ട് വന്നു. അവളെയും കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ മോനേക്കാൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മോൾക്ക്. കാരണം അവൾ കഴിഞ്ഞ വർഷം 1 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് 1 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 2 വയസ്സ് അവൾക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കണി കണ്ടപ്പോൾ. അവൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണൻ, മുന്തിരി, തേങ്ങ, അവൾക്ക് അറിയുന്നതൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവൾ പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ. ഇടയ്ക്ക് ആളെ നിന്ന് ഓരോന്ന് എടുക്കാനൊക്കെ ശ്രമിക്കണ്ടായിരുന്നേ. ഇതാണ് ഞാൻ വെച്ച കണി. എനിക്കത് കണ്ടപ്പോൾ സത്യമായിട്ടും മനസ്സ് നിറഞ്ഞു കേട്ടോ. ഉള്ളത് കൊണ്ട് നമ്മൾ പറയില്ല, ഓണം എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് ഞാൻ വിഷു നടത്തി. ഏട്ടനില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും മക്കളും മാത്രം ഉള്ളത് കൊണ്ട് കണി വെക്കണോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ടായിരുന്നു. പ്രാവശ്യം കണി വെക്കാനുള്ള ഒരു മൂഡും എനിക്കുണ്ടായിരുന്നില്ലെങ്കിലും ഏട്ടൻ പറഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ലേ എന്നാൽ വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കണിക്കൊന്ന കിട്ടിയിട്ടില്ല എന്ന്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് കണി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഭഗവാൻ എനിക്ക് എത്തിച്ചു തന്നു. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഏട്ടന് ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നെങ്കിലും ചക്കയൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ കൂട്ടുകാർ അതും കൊണ്ട് തന്നു കേട്ടോ. വളരെ ചെറിയൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ. മക്കളധികം കഴിക്കാത്തത് കൊണ്ട് അതിന് വേസ്റ്റാക്കി കളയേണ്ടെന്ന് കരുതി ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ കൈനീട്ടം കൊടുക്കുന്നത്, മോളുടെ ആദ്യത്തെ കൈനീട്ടാണ്. വാങ്ങുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അവൾക്കും ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, മോന് പിന്നെ കുറച്ച് കാലമായിട്ട് ഇത് അറിയുന്നത് കൊണ്ട് അവനും ഉണ്ട് പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം എല്ലാ മക്കൾക്കും ഉണ്ടാവുമല്ലോ. വിഷു ആഘോഷിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പത്തിനൊക്കെ കൈനീട്ടമൊക്കെ തരാറുണ്ടായിരുന്നു കേട്ടോ. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അമ്മയാണേ. അവർ തെലുങ്കാണ്. അവർക്കിതൊക്കെ ആദ്യത്തെ അനുഭവമായിരിക്കുന്നു തോന്നുന്നു. അവരും കൂടെ ഉള്ളത് കൊണ്ടാട്ടോ ഈ വിഷു ചെറിയൊരു ആഘോഷമായിട്ട് നമുക്ക് തോന്നിയത് തന്നെ. അല്ലെങ്കിൽ ഞാനും മക്കളും മാത്രമായിട്ടിരിക്കുമ്പോൾ ഒരു സുഖം തോന്നിയില്ല. പിന്നെ ഏട്ടനില്ലാത്ത വിഷമം അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മയും മോളും കൂടെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഭാഷ അവർക്കും അവരുടെ ഭാഷ അവൾക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ രസമുണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അവൾ പക്ഷേ അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ തനിയെ ഇരുന്ന് ഭക്ഷണവും എല്ലാം കഴിച്ചു കേട്ടോ. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി. മോനാണ് പിന്നെയും കുറച്ച് മടിയുള്ളത് ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഞാനും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളുടെ വിഷു അങ്ങനെ അവസാനിപ്പിച്ചു.